ചെമ്പനരുവി വനമേഖലയിൽ ഒരു ആദിവാസി സ്ത്രീ ഭക്ഷണമില്ലാതെ ശുശ്രൂഷ ലഭിക്കാതെ നരകിക്കുന്നതായി വാർഡ് മെമ്പർ ചെല്ലപ്പൻ ഫോൺ ചെയ്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദിവാസി ഊരിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് വാർഡിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ വന്യജീവികളുള്ള കൊടും കാട്ടിലാണ് ആദിവാസി വൃദ്ധ ഭക്ഷണമില്ലാതെ ഒരാഴ്ച തള്ളി നീക്കിയത്. പഞ്ചായത്ത് അംഗം സി ചെല്ലപ്പനാണ് വിവരം ഞങ്ങളെ അറിയിച്ചത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വനത്തിലേക്ക് കടന്നു. കൊടുംവനത്തിൽ വഴിയേറിയത് ഇടയ്ക്ക് വെച്ച് ഉദ്യമം പാഴായി. തുടർന്ന് പഞ്ചായത്ത് അംഗത്തെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ മെമ്പറെ ഫോണിൽ കിട്ടി. ഞങ്ങൾ കാട്ടിൽ അകപ്പെട്ട വിവരം അറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ മെമ്പറും പ്രദേശവാസികളും ഞങ്ങളെ സഹായിക്കുവാനെത്തി. 1 മണിക്കൂർ കാട്ടിലൂടെ നടന്ന് ഞങ്ങൾ വൃദ്ധയുടെ കുടിലിന് മുന്നിലെത്തി. അവിടെ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അറുപതുകാരിയായ ഇവരുടെ പേര് ഉഷ എന്നാണ്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന അംഗൻവാടി ടീച്ചറായ കൃഷ്ണവേണിയുടെ വീട്ടിൽ ഇടയ്ക്ക് ഉഷ എത്തുമായിരുന്നു. ഒരാഴ്ചയായി കാണാത്തതിനാൽ കൃഷ്ണവേണിയും ഭർത്താവിന്റെ അമ്മയും വനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഉഷയെ കണ്ടെത്തിയത്. ഇവർക്ക് ഭർത്താവും ഒരു മകനും ഉള്ളതായി പറയപ്പെടുന്നു. ഓലപ്പാറ അംഗൻവാടിയിലെ ടീച്ചറായ കൃഷ്ണവേണിയാണ് ഈ ആദിവാസി അമ്മയെ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ചയായിട്ട് ഇവരെ ഒരു വിവരവും ഇല്ലാഞ്ഞ് ഞാനും എൻ്റെ അമ്മായിയമ്മയും കൂടെ തിരക്കി വന്നപ്പോഴാണ് ഇവരുടെ ഈ അവസ്ഥ ഞാൻ കാണുകയും പട്ടിണി കാരണം എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഉടൻ തന്നെ ഞാൻ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു. ഭക്ഷണമില്ലാതെ കാട്ടിൽ ഒരാഴ്ച തള്ളി നീക്കിയ ഉഷയ്ക്ക് അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട്. ഇത് ഞങ്ങൾ പഞ്ചായത്ത് അംഗത്തോട് അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാനെ വിവരം ധരിപ്പിച്ചു. രാവിലെ 7-8 മണിയാകുമ്പോൾ എന്നെ അറിയിക്കുകയും ഞാൻ മാധ്യമ സുഹൃത്തുക്കളായിട്ട് അവരെ അറിയിക്കുകയും അവരെ അറിയിച്ചിട്ട് അവരും ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഞ്ജയ് ഖാനെ ധരിപ്പിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ സഞ്ജയ് ഖാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സഞ്ചരിക്കുന്ന മെഡിക്കൽ സംഘവുമായി സ്ഥലത്തെത്തി. ഡോക്ടർ ബിനു തങ്കച്ചൻ, നഴ്സ് അങ്കിത്, ഫാർമസിസ്റ്റ് ദിനേശ്, തെന്മല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി ശ്രീകല, ബിനു, സൂരജ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഭക്ഷണമില്ലാതെ ഉഷ ക്ഷീണിതയാണെന്ന് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ഡോക്ടർ അറിയിച്ചു. രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഞ്ജയ് ഖാൻ അറിയിച്ച വിവരത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഇവിടെ കാട്ടിലേക്ക് വന്ന് ഈ പേഷ്യന്റിനെ പറ്റി നമ്മൾ അറിയുന്നതും നമ്മൾ കാണുന്നതും. ഈ പേഷ്യന്റ് വളരെ ദിവസങ്ങളായിട്ട് ആഹാരം കഴിക്കാതെ ഇവിടെ കിടക്കുകയായിരുന്നു. അത് കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റി നമ്മൾ കംപ്ലീറ്റ് ന്യൂട്രീഷൻസ് കൊടുക്കണം. പഞ്ചായത്ത് അംഗത്തെ വിവരം ധരിപ്പിക്കുന്നതിന് മുമ്പ് കൃഷ്ണവേണി ടീച്ചർ ഉഷയുടെ ബന്ധു കൂടിയായ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രൊമോട്ടറെ വിവരം ധരിപ്പിച്ചിരുന്നു. അവർ നടപടിയൊന്നും സ്വീകരിച്ചില്ലത്രേ. പട്ടികവർഗ സംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള അവഗണനയിൽ SC സഞ്ജയ് ഖാൻ പ്രതിഷേധം രേഖപ്പെടുത്തി. ഞാൻ അച്ചൻകോവിലിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചാലിയക്കരയിൽ നിന്നും ബഹുമാനായ അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ C ചെല്ലപ്പൻ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡിൽ ആ ഓലപ്പാറയിൽ നിന്നും 5 കിലോമീറ്റർ ഉൾവനത്തിൽ ഒരു സ്ത്രീ ആരും സഹായിക്കാനില്ലാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ മാരകമായ എന്തൊക്കെയോ രോഗങ്ങൾ പിടിച്ച് ഉള്ള അവസ്ഥയിൽ കിടക്കുന്നു എന്നാണ് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ഞാൻ പുനലൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലെ ബിനു ഡോക്ടറുമായും അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായി സംസാരിക്കുകയും അവർ അടിയന്തരമായി ഇവിടെ എത്തിച്ചേരണമെന്ന് അറിയിച്ചപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവർ മെഡിക്കൽ സംഘം ഈ സ്ഥലത്ത് മെഡിക്കൽ സംഘവുമായി ഞാനിവിടെ എത്തിച്ചേരുകയും വൃദ്ധയെ അടിയന്തര ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുവാൻ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ തന്റെ ബന്ധുക്കളെ കാണാതെ വരില്ല എന്ന് ശാഠ്യം പിടിച്ചതിനാൽ കൃഷ്ണവേണി ടീച്ചറുടെ വീട്ടിലേക്ക് ഇവരെ താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഒരു ആദിവാസി അമ്മ നരവിക്കുകയായിരുന്നു. ഈ അമ്മയുടെ യാതന പ്രദേശവാസിയായ ഒരു അംഗൻവാടി ടീച്ചറിന്റെ പരിശ്രമം മൂലം ഫലപ്രാപ്തിയെത്തിയിരിക്കുകയാണ്.
ചെമ്പനരുവി വനമേഖലയിൽ നിന്നും ക്യാമറാമാൻ വിപിൻ ഇടമണിനൊപ്പം മനോജ് വന്മള ലൈവ് വാർത്ത പുനലൂർ.